വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഒരു സോഫ സെറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഫോണും തോണ്ടി അങ്ങനെ ഇരിക്കും കേട്ടോ. എനിക്ക് വർക്ക് ചെയ്യാനോ അതുപോലെ തന്നെ വീട്ടിലെ പണിയെടുക്കാനോ ഒക്കെ ഭയങ്കര മടിയായിരിക്കും. പിന്നെ കുറേ നേരം കഴിയണോട്ടോ എൻ്റെ ആ ബോധോദയമൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് വാപ്പ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ വാപ്പ അതൊക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. വാപ്പ പോയപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടിച്ചാരലും തുടക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അയിനൂസിന് വിശക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രാവിലെ ഉണ്ടാക്കിയ കുറച്ച് ഓട്ടറിൻ്റെ പൊടി ഉണ്ടായിരുന്നു, അത് വെച്ച് അവൾക്ക് ഓട്ടർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ 2 ചന്നത്തിരി കത്തിച്ച് വെക്കുന്നുണ്ട്. വീട് തുടച്ച് കഴിഞ്ഞാൽ എനിക്കത് മസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ ഈച്ചയുടെ ശല്യം അധികമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ചന്നത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ABCD ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലഡ് കുറച്ച് കുറവായതുകൊണ്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളൊന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താ മീൻകറി വെക്കാനുള്ള പരിപാടിയായിട്ട് നോക്കുന്നപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചെറുതായിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാപ്പ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും അറിയേണ്ടി വന്നില്ല. പോകാൻ നേരത്തെ തന്നെ വാപ്പ വിളിച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തെ മീൻകറി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാനത് ചിലപ്പോൾ കഴിക്കുമ്പോൾ ഞാൻ തന്നെ എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ തലേ ദിവസത്തെ മീൻകറി എൻ്റെ ഒരു വികാരമാണ്. നമ്മുടെ മീൻകറി തിളച്ച് വന്നപ്പോഴത്തേക്കും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 ചാള എടുത്ത് ഞാൻ വറുക്കുന്നുണ്ട്. മീൻകറിനെ കൂടെ ആ ചാള വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാബേജ് ഒലത്തിയതുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതാ ഓരോ പാത്രത്തിലാക്കി മൂടി വെക്കുകയാണ് കേട്ടോ. നമ്മുടെ മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ അവിടേക്ക് ഒന്ന് തിണ്ണയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. മീൻ വെച്ചാലും മീൻ കൂട്ടാൻ വെച്ചാലും നമ്മുടെ അടപ്പൊക്കെ ആകെ വൃത്തികേടാവുമല്ലോ. അപ്പം ഞാൻ കൈയോടെ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ നമ്മുടെ ചോറ് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചോറും ഞാനിതാ വടിച്ചൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരന്ന പാത്രങ്ങളൊക്കെ കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഞാൻ ചെന്നിട്ട് മീൻ മറിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മീൻ കറി ഇങ്ങനെ ചുറ്റിച്ചെടുക്കും. ഞാൻ ഇളക്കാനൊന്നും നിൽക്കില്ല. മീൻ ഇങ്ങനെ പൊടിഞ്ഞു പോകണോണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കും കേട്ടോ. പിന്നെ സിമ്മിൽ വെച്ച് നല്ലോണം കുറുക്കി എടുത്താൽ എൻ്റെ പൊന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചാളക്കാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം കിട്ടിയ ചാള നല്ല മുട്ടച്ചാളയായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻ കറി വെച്ചപ്പോഴൊക്കെ. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡിയായി, മീൻ വറുത്ത് റെഡിയായി. എല്ലാ ചട്ടിയും കൊണ്ട് നമ്മുടെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണികൾ തിരുമ്പിയതുണ്ടായിരുന്നേ, അതെല്ലാം കൈയോടെ ഉണക്കാനിട്ടിട്ട് ഞാനിതാ ഫുഡ് എടുത്ത് കഴിക്കാൻ വേണ്ടി പോകാട്ടോ. എനിക്ക് കൺട്രോൾ പറ്റിയില്ല. മീൻ കറിയും മീൻ വറുത്തതും അതുപോലെ തന്നെ ക്യാബേജും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫിലിം കണ്ടിട്ടാട്ടോ ഫുഡ് കഴിക്കുന്നത്. നമ്മൾ അതിന് നല്ല ഉറക്കമാണ്. ഞാൻ അവളെ നീറ്റിട്ടാണ് അവൾക്ക് ഫുഡ് കൊടുക്കാൻ. അപ്പോൾ അത്ര